പണക്കാരനാകാം അതും ഹലാലായ മാർഗത്തിൽ എപ്പിസോഡ് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് 4 ലെവൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം, അതായത് പണക്കാരൻ എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമുക്ക് അത് റിവീൽ ചെയ്യാൻ പോവാണ്. അതിൽ ലെവൽ 1 റിമൂവ് ആൾ ഡെബ്റ്റ്സ്, എല്ലാ കടങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിൻ മെത്തേഡ്. എല്ലാ കടങ്ങളും ഒഴിവാക്കുക എന്നുള്ള ആ ഒരു സ്റ്റേജ് ലെവൽ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ലെവലിലേക്ക് നമ്മൾ കടക്കാൻ കഴിയുള്ളൂ. ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചല്ലേ, മ്യൂച്വൽ ഫണ്ട് അല്ലേ, ടാറ്റ എത്തിക്കൽ ഫണ്ട് അല്ലേ? യെസ്, അതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ, നേരെ ഇൻവെസ്റ്റിങ്ങിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റിങ്ങിൽ അപാരമായ വെൽത്ത് ക്രിയേഷൻ നടക്കും. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്കുള്ള ക്യാഷ് മുഴുവനും നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻകം സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് പാസീവ് ഇൻകം കിട്ടുന്ന ഒരു സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ക്രൈസിസുകൾ വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് പിൻവലിക്കേണ്ട ഒരു അവസ്ഥ വരും. ലോങ് ടേമിൽ മാത്രമാണ്, ലോങ് ടേം ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു കോർപ്പസ് എമൗണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റിംഗിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കാം. അപ്പോൾ ഈ ലോങ് ടേം എന്നുള്ള സംഗതി ബ്രേക്ക് ചെയ്യപ്പെടും നിങ്ങൾ കറക്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ നേരെ ഇൻവെസ്റ്റിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരുപാട് ലെവലുകൾ അച്ചീവ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ എപ്പോഴും ഇൻവെസ്റ്റിംഗ് എന്നുള്ള ഒരു ലോജിക്ക്, അതായത് ആ ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ കടക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോ ലെവലുകളായിട്ട് നമ്മളത് അച്ചീവ് ചെയ്യണം, ഓരോ ലെവലുകളായിട്ട് ഡിസ്കസ് ചെയ്യണം. ഈ ഓരോ ലെവലുകളും കറക്റ്റ് അച്ചീവ് ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ പറയുന്നത് അതേപോലെ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. ഞാൻ ഒരുപാട് കാലമായിട്ട് ഇൻവെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ത്, നേരെ നമ്മൾ സാലറി കിട്ടുന്നു, അതിൽ നിന്നൊരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം ലാഭം കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് നമ്മൾ കയ്യിലെടുക്കാൻ ക്യാഷ് ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത സ്കീമിൽ നിന്ന് നമ്മൾ വിത്ഡ്രോ ചെയ്തിട്ട് നമ്മൾ ആവശ്യം നടത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ, അതായത് ഇൻവെസ്റ്റിങ്ങിന് ഒരു രീതിയിലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സാധാരണ ഉണ്ടാവുന്ന ക്രൈസിസുകൾ എന്ത് ചെയ്യരുത്, എഫക്റ്റ് ചെയ്യരുത്. അപ്പോൾ അതിന് ഞങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് എല്ലാവരും നടത്തണം. ആ ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും, ഇൻവെസ്റ്റിങ്ങിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യും, കടക്കും. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അത് ഹലാലായ രീതി ഏതാണ്, ഹലാലല്ലാത്ത രീതി ഏതാണ്, ഹലാലായ കമ്പനികൾ എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യത്തെ ലെവൽ നമ്മൾ അച്ചീവ് ചെയ്തിരിക്കണം. എല്ലാ കടങ്ങളും നിങ്ങൾ ഒഴിവാക്കാം. കടങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശ്നമുള്ള കടം അത് പലിശയുള്ള കടങ്ങളാണ്. അതായത് റിമൂവ് ആൾ ഡെബ്റ്റ്സ് വിച്ച് ഹാവ് ഇൻട്രസ്റ്റ്. പലിശയുള്ള എല്ലാ കടങ്ങളും നിങ്ങൾ ഒഴിവാക്കാം. പലിശയുള്ള കടങ്ങളാണ് ഏറ്റവും ഡേഞ്ചറസ്. ഈ കടങ്ങൾ എന്ന് പറഞ്ഞാലേ ശരിക്ക് ഓട്ടയുള്ള ഒരു കലം പോലെയാണ്. അതായത് നിങ്ങളുടെ ഇൻകം ഈ പൈപ്പിൽ നിന്ന് നോക്ക്, ഈ കലം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ പൈപ്പിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്നു, ഈ വെള്ളത്തെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കലം ഉള്ളത്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്, ഈ കലത്തിന്റെ താഴെ ഒരുപാട് ഹോൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിലേക്ക് വന്ന് വീഴുന്ന വെള്ളം പൂർണ്ണമായിട്ട് ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയൂല. പൂർണ്ണമായിട്ട് എന്നല്ല, ഈ വരവ് അവസാനിച്ച് കഴിഞ്ഞാലോ ഇതിലുള്ള ഫുള്ള് വെള്ളം എന്ത് ചെയ്തു, ഡ്രൈൻ ഔട്ട് ആയി പോകും. ഈ വന്ന് വീഴുന്ന വെള്ളം കണ്ടോ നിങ്ങൾ, ഈ വന്ന് വീഴുന്ന വെള്ളം നമ്മുടെ ഇൻകവും ഇത് സംഭരിച്ച് വെക്കുന്ന ഈ പാത്രത്തിൽ സംഭരിച്ച് വെക്കുന്നുണ്ടല്ലോ, അത് നമ്മുടെ സേവിങ്സുമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സേവിങ്സ് എന്നുള്ള കലത്തിന് ഒരുപാട് ഹോൾസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ സേവിങ്സ് എന്ത് ചെയ്യൂല, അത് നിൽക്കൂല. അത് ഫുള്ള് ഓട്ടക്കൈ എന്നൊക്കെ പറയല്ലോ, അത് ഫുള്ള് ചിലവായി പോകും. ഇതിലുള്ള ഹോൾസ് ഒന്ന് പലിശയുള്ള കടങ്ങളാണ്, പിന്നെ നമ്മുടെ എക്സ്പെൻസുകളാണ്, അൺവാണ്ടഡ് എക്സ്പെൻസുകളാണ്. ഓവറായിട്ട് ലക്ഷറി ലൈഫ് ഇതാക്കാൻ വേണ്ടിയിട്ട്, അതായത് പിന്നെ 10,000 രൂപ സാലറി ഉള്ളവനും ആദ്യത്തെ സാലറി കിട്ടി കഴിഞ്ഞാൽ EMI എടുത്തിട്ട് എന്ത് ചെയ്യും, ഒരു ഐഫോണായിട്ട് മേടിക്കും. അപ്പം അങ്ങനത്തെ അൺവാണ്ടഡ് എക്സ്പെൻസുകൾ ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ അൺവാണ്ടഡ് എക്സ്പെൻസുകളാണ് ഈ ഹോൾസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയ ഹോള് അത് പലിശയുള്ള കടങ്ങളാണ്. അതെന്താ ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറയാൻ കാരണം, അത് കാലം കഴിയും തോറും വലിപ്പം കൂടുന്ന ഹോളാണ്. ഇതിൽ ഓരോ ഹോൾസും ഓരോ ഇയർ കഴിയുമ്പോഴും ഓരോ വർഷങ്ങളും ഓരോ മാസങ്ങളും കഴിയുമ്പോഴും ആ ഹോൾസിന്റെ വലിപ്പം ഇങ്ങനെ കൂടുന്ന ആലോചിച്ച് നോക്കുക. അത് സംഗതി വളരെ ഡേഞ്ചറാണ്. ഞാൻ വലിപ്പം കൂടുന്ന ഹോൾ എന്ന് പറയാൻ കാരണം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നിങ്ങളൊരു പിന്നെ പലിശ ഉള്ള ഒരു ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ പലിശ ഉള്ള വേറെ ഏത് സ്കീമിൽ നിന്നും നിങ്ങൾ ഒരു 1000 രൂപ കടം മേടിച്ചു എന്നിരിക്കും. സപ്പോസ് ഞാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 10% പലിശയുള്ള 10% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സ്കീമിൽ നിന്നാണ് നിങ്ങൾ കടം എടുത്തുന്നിരിക്കും. ഈ 1000 രൂപ ഒരു വർഷം കഴിയുന്ന സമയത്ത് നിങ്ങൾ എത്രയായിരിക്കും തിരിച്ചടക്കേണ്ടി വരിക, 1100 രൂപ ആയിരിക്കും തിരിച്ചടക്കേണ്ടി വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 1000 എന്നുള്ളത് എന്തായി, 1100 ആയി. രണ്ടാമത്തെ വർഷം ആകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഈ 1000ന്റെ 10% അല്ല, 1100ന്റെ 10% ആയിരിക്കും നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരിക. 1100ന്റെ 10% 110. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1210 രൂപ നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും. ഇത് മൂന്നാമത്തെ വർഷമാവുന്ന സമയത്ത് 1210ന്റെ 10%, അതായത് 121 രൂപ. 121 രൂപ എന്ന് പറയുമ്പോൾ എത്ര വരും, 1331 രൂപ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, 3 വർഷം കൂടുമ്പോൾ തിരിച്ചടക്കേണ്ടി വരും. അതായത് ആദ്യത്തെ വർഷങ്ങൾക്ക് എത്ര, 100 രൂപയാണ് നഷ്ടപ്പെട്ടത്. പിറ്റത്തെ വർഷം നിങ്ങൾക്ക് 110 രൂപയാണ് നഷ്ടപ്പെട്ടത്. പിറ്റത്തെ വർഷങ്ങൾക്ക് 121 രൂപയാണ് എന്ത് ചെയ്യണത്, ഇതിൽ നിന്നിങ്ങനെ
പിന്നെ പുറത്തേക്ക് ചാടുന്നത്. അതായത് നിങ്ങളുടെ പിന്നെ ചെലവിൻ്റെ അപ്പുറത്തേക്ക് വെറുതെ പോകുന്ന ക്യാഷ് ഉണ്ടല്ലോ. അപ്പോൾ അത് വലിപ്പം ചെയ്യുന്ന ആദ്യം 100 എന്നുള്ള ഓള്, പിന്നെ അത് 110 എന്നുള്ള ഓളായി, പിന്നെ അത് 121ആയി. ഇതിപ്പോൾ ഞാൻ 1000 രൂപ വെച്ചിട്ടാണ് പറയുന്നത്. ഇത് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് 1 lakhും 2 lakhും ഒക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ഒരിക്കലും നമ്മൾക്ക് അത് അടച്ചു വീട്ടാൻ എന്ത് ചെയ്യൂല, കഴിയൂല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പലിശയുള്ള കടങ്ങൾ ഒരിക്കലും എടുക്കരുത്, പലിശയോട് അടുക്കുക പോലും ചെയ്യരുത്. അപ്പോൾ അതാണ് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ആദ്യം പഠിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഡേഞ്ചറസ് അവസ്ഥ ഇത് മാത്രമല്ല. സാധാരണ ആൾക്കാരൊക്കെ ചിന്തിക്കും 10% ഇൻട്രസ്റ്റ് ആണെങ്കിൽ 10 വർഷം കൊണ്ടല്ലേ അത് ഇരട്ടിക്കുക. 1000 രൂപ മേടിച്ചു കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാലല്ലേ അത് പിന്നെയും, അതായത് ഓരോ വർഷം 100 രൂപ വെച്ച് കൂടി 10 വർഷം കൊണ്ടല്ലേ അത് 1000 രൂപയാവുള്ളൂ. അപ്പോൾ 1000 വാങ്ങിയ ഒരാൾ 10 വർഷം കഴിഞ്ഞ് അടക്കുമ്പോൾ 2000 രൂപ തിരിച്ചടക്കേണ്ടി വരും എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കണം. കണ്ടോ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരിക എന്ന് പറയുമ്പോൾ അതിലൊരു 72 റൂൾ ഉണ്ട്. നമ്മളെ എക്കണോമിക്സിലുള്ള നമുക്ക് കിട്ടുന്ന, നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഫിറ്റിനെ കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള റൂളാണ് 72 റൂൾ. ഈ 72 റൂൾ പ്രകാരം നമുക്ക് പലിശയും ആണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 10% ഇൻട്രസ്റ്റ് ഉള്ള ഒരു ബാങ്കിൽ നിന്ന് നിങ്ങൾ ലോൺ എടുത്തു എന്നിരിക്കും. അപ്പോൾ 72 റൂൾ പ്രകാരം 72/10, അതായത് 7.2 ഇയേഴ്സ് കൊണ്ട് ആ പൈസ ഇരട്ടിയാവും. നിങ്ങൾ 1000 റുപ്യ എടുത്തിട്ടുണ്ടെങ്കിൽ 7 വർഷം കൊണ്ട് നിങ്ങൾ അത് 2000 റുപ്യയായിട്ട് തിരിച്ചടക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ 3 ഇരട്ടിയാവാൻ അധികം താമസം ഉണ്ടാവില്ല, 4 ഇരട്ടിയാവാൻ അധികം താമസം ഉണ്ടാവില്ല. 14 വർഷമാകുമ്പോഴേക്ക് അതെന്ത് ചെയ്യേണ്ടി വരും, 4 മടങ്ങ് നിങ്ങൾ തിരിച്ചടക്കേണ്ടി വരും. അത് വർഷത്തിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ബാങ്കിൻ്റെ അവസ്ഥയാണ്. പക്ഷെ സാധാരണഗതിയിൽ ചില ബാങ്കുകളൊക്കെ 6 മാസം കൂടുമ്പോഴും 3 മാസം കൂടുമ്പോഴൊക്കെയാണ് എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 3 മാസത്തേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആദ്യത്തെ 3 മാസം പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നത്തെ 3 മാസം എന്താ, ഈ ഇൻട്രസ്റ്റും മുതൽ ഉൾപ്പെടെയുള്ള ആ ഒരു എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 7 വർഷം ഒന്നും ആവില്ല, ഒരു 4 വർഷമൊക്കെ ആകുമ്പോഴേക്ക് ആ എമൗണ്ട് നിങ്ങൾ ഇരട്ടി എമൗണ്ട് തിരിച്ചടക്കേണ്ടി വരും, 10% ആണെങ്കിൽ. പക്ഷേ സാധാരണ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് 15%, 18%, 20% ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പം അത് നിങ്ങൾ എത്ര അധ്വാനിച്ചാലും അധ്വാനിക്കുന്ന മുതലൊന്നും കാണാത്തൊരവസ്ഥയിലേക്ക് അത് പോകും. അതുകൊണ്ട് പലിശയുള്ള കടങ്ങൾ എന്ത് വില കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. പക്ഷേ ഞാനിതൊക്കെ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യണ തിയറിയൊക്കെ പറയാൻ നല്ല സുഖമാണ് നിങ്ങൾ കരുതുന്നുണ്ടാവും. അതായത് ഓൾറെഡി പിന്നെ പലിശയുള്ള കടങ്ങൾ, ലോണൊക്കെ ഉള്ള ആൾക്കാർ ഇത് പറയാൻ നല്ല സുഖമാണ്. പക്ഷേ അത് ഒഴിവാക്കാൻ സാധിക്കണ്ടേ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്തായിരിക്കും പലരും എന്ത് ചെയ്യുക, കടമെടുത്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ചിന്തിക്കുക, അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, നിങ്ങളുടെ കയ്യിൽ വല്ല അസറ്റ് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഗോൾഡോ അല്ലെങ്കിൽ സെലോ അങ്ങനെ വല്ല അസറ്റ് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വിൽക്കുക. ആ വിറ്റിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പലിശയുള്ള കടങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുക. ഇനി ഈ അസറ്റ് ക്ലാസ്സുകളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരാളുടെ കയ്യിൽ നിന്ന് കടം ഒഴിവാക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പലിശയുള്ള കടമാണ് ഏറ്റവും ഡേഞ്ചർ. അപ്പോൾ ആ പലിശയുള്ള കടം തീർക്കാൻ വേണ്ടിയിട്ട് വേറൊരാളടുത്ത് നിന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചടക്കാവുന്ന ഒരു കാലാവധി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, കുറച്ച് പണം എങ്ങനെയെങ്കിലും റോൾ ചെയ്തിട്ട് ഇതിലേക്കൊന്നും എന്ത് ചെയ്യുക, കൊണ്ടുവന്ന് ഇടുക. ആ പലിശയുള്ള കടങ്ങൾ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാം. അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. എല്ലാ കടങ്ങളിൽ നിന്നും മാറി നിൽക്കുക. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാ, പലിശയുള്ള കടങ്ങളാണ് ഏറ്റവും ഡേഞ്ചർ. പലിശയുള്ള കടത്തിൽ നിന്ന് മാറി നിൽക്കുക. അടുത്തതായിട്ട് ചെയ്യേണ്ടത് എലിമിനേറ്റ് ഓൾ ഡെപ്റ്റ് മേക്കിംഗ് ഇൻസ്ട്രുമെന്റ്സ്. നമ്മളെ കടക്കാരനാക്കി മാറ്റുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് ഇതിലുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ്. നമ്മൾ കടക്കാരനാക്കുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സാമ്പിളാണ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾ ഡെബിറ്റ് കാർഡ് കേട്ടിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ATM കാർഡ് എന്ന് പറയാനില്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ ATM കാർഡ് എന്ന് പറയുന്ന ആ ഒരു സാധനം ഡെബിറ്റ് കാർഡാണ്. എന്താണ് ഡെബിറ്റ് കാർഡ്? നമ്മളെ കയ്യിലുള്ള ക്യാഷ് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത ആ എമൗണ്ട് നിങ്ങൾക്ക് ATM കൗണ്ടറിലൂടെ ആവശ്യ സമയത്ത് വിത്ഡ്രോ ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സംവിധാനമാണ് നമ്മുടെ ഡെബിറ്റ് കാർഡ്, അതായത് ATM കാർഡ്. നേരെ മറിച്ച് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ക്യാഷ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ലോണായിട്ട് കിട്ടുന്ന പരിപാടിയാണെന്ത്, ക്രെഡിറ്റ് കാർഡ്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് പൈസ കൊണ്ട് നടക്കുന്ന മിക്കവാറും ഉപയോഗങ്ങളൊക്കെ ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നടക്കും. പക്ഷെ പ്രത്യേകത എന്താ, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവണമെന്നില്ല, അത് നിങ്ങൾക്ക് ലോണായിട്ട് ബാങ്ക് എന്ത് ചെയ്യും, തരും. അപ്പോൾ അതിനുള്ള ഒരു പരിപാടിയാണ് എന്ത്, ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഇങ്ങനെ ലോണിനോട് എതിർപ്പ്, നമ്മൾ ഹലാൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണല്ലോ പറയണത്. അപ്പോൾ ഹലാലായി ഇൻവെസ്റ്റ്മെന്റിലൂടെ പണം സമ്പാദിക്കണം എന്ന് പറയുന്ന ആൾക്കാർ പോലും ചിലപ്പം ക്രെഡിറ്റ് കാർഡിൽ എന്ത് ചെയ്യാറുണ്ട്, പെടാറുണ്ട്. അതിനുള്ള കാരണങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ എന്തൊക്കെ അതായത് ഒരുപാട് ട്രാപ്പുകളുണ്ട്.
ഈ ക്രെഡിറ്റ് കാർഡ് നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ ഒരുപാട് ആനുകൂല്യങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ആനുകൂല്യങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ആ ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിലേക്ക് പെടുത്താനുള്ള ട്രാപ്പുകളാണ്. ഏതൊക്കെ ട്രാപ്പുകൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു ട്രാപ്പാണ് റിവാർഡ് പോയിന്റ്സ്. അതായത് നിങ്ങൾ ഒരു 1000 രൂപക്കൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 10 റിവാർഡ് പോയിന്റ് കിട്ടും. അതായത് 100 രൂപയ്ക്ക് ഒരു റിവാർഡ് പോയിന്റ്, പലതിനും വ്യത്യാസം ഉണ്ടാവും. 150 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ 2 റിവാർഡ് പോയിന്റ് കിട്ടുന്ന കാർഡുകളുണ്ട്. ഞാൻ ഒരു ആവറേജ് പറയാം. 100 രൂപയ്ക്ക് ഒരു റിവാർഡ് പോയിന്റ് കിട്ടും. 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 10 റിവാർഡ് പോയിന്റ് കിട്ടും. അങ്ങനെ ആ റിവാർഡ് പോയിന്റ്സ് ഒരു 100 റിവാർഡ് പോയിന്റോ അല്ലെങ്കിൽ 1000 റിവാർഡ് പോയിന്റോ ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാൻ പറ്റും. ഒന്നുകിൽ അത് ചില ടീമിൽ അത് ക്യാഷ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് കാർഡിലേക്ക് പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സർവീസ്, അല്ലെങ്കിൽ എക്സാമ്പിൾ ഒരു സൊമാറ്റോയിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ അത്രയും ക്യാഷ്, ഒരു 1000 പോയിന്റ് ആണുള്ളെങ്കിൽ 1000 രൂപ നമുക്ക് എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഈ റിവാർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ റിവാർഡ് പോയിന്റിന്റെ വിഷയം എന്താ, നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡ് വെച്ച് എന്ത് ചെയ്യും, സാധാരണ പേസിലെ ക്യാഷ് വെച്ച് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് കുറച്ച് രസമായിട്ട് ഫീൽ ചെയ്യതാ ഈ ക്രെഡിറ്റ് കാർഡ് വെച്ച് പർച്ചേസ് ചെയ്യുമ്പോഴാണ്. കാരണം റിവാർഡ് പോയിന്റ് കിട്ടും, റെഡിയല്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനോടുള്ള ഒരു താല്പര്യം നിങ്ങൾക്ക് കൂടും. അപ്പൊ സ്ഥിരമായിട്ട് നിങ്ങളെ അതൊരു കൾച്ചറിന്റെ ഭാഗമാവും. എന്ത് സാധനം മേടിക്കുകയാണെങ്കിലും ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, മേടിക്കുക. പക്ഷെ വിഷയം എന്താ, ക്രെഡിറ്റ് കാർഡ് വെച്ച് മേടിക്കുന്ന സമയത്തേ നമ്മളെ കയ്യിലുള്ള പേസിലുള്ള പൈസ വെച്ചിട്ട് നിങ്ങൾ മേടിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാം ഒരു 1000 രൂപയാണ് നിങ്ങളുടെ പേസിൽ വാളറ്റിലുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് 500 രൂപ എടുത്തു കഴിഞ്ഞാൽ ഇനി ബാക്കി 500 രൂപ അതിലുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ബോധേഡാണ്. അതിനനുസരിച്ച് നിങ്ങൾ പർച്ചേസിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾക്ക് എത്രയും മേടിക്കാം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ഒരു ഫിനാൻഷ്യൽ പ്ലാൻ, എക്സ്പെൻഡിച്ചർ നാച്ചുറൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വർദ്ധിക്കും. അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ് ശരിക്ക്. ഓവറായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്പെൻഡ് ചെയ്യും. പിന്നെ ഒന്നും കയ്യിൽ ബാക്കി ഉണ്ടാവില്ല. പിന്നുള്ള റൈറ്റാണ് അടുത്തൊരു ട്രാപ്പാണ്. അവർ നൽകുന്ന ഒരു ഓഫറാണ് ക്യാഷ് ബാക്ക്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു 10% എമൗണ്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യും, തിരിച്ചു കിട്ടുന്ന ഒരു ഓഫേഴ്സ്. ചില കമ്പനികൾ ചില പ്രൊഡക്റ്റിനൊക്കെ ചിലപ്പോൾ ആ ഓഫറുകൾ എന്ത് ചെയ്യും, കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്യാഷ് ബാക്ക് എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. അത് നിങ്ങൾ കണ്ടോ, ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ചില പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ICICI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ട് ഉണ്ട്, SBI കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് ഉണ്ട് എന്നുള്ളതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ സാധാരണ വാങ്ങുന്ന വിലയേക്കാളും അത്രയും കുറച്ച് കൊടുത്താൽ മതി എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പം അങ്ങനെയുള്ള കുറേ അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് ക്രെഡിറ്റ് കാർഡിലേക്ക് കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അതിലൊക്കെ ഓരോ ട്രാപ്പുകളുണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള പിന്നെ വേറെ ട്രാപ്പാണ് 60 ദിവസത്തേക്ക് പലിശ ഇല്ലാത്ത ലോണ്. അത് ഓരോ കാർഡുകൾക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട്. ചിലർ 18 ദിവസത്തേക്ക് പലിശ ഇല്ലാത്തത്, അങ്ങനെ 60 ദിവസം വരെ പലിശ ഇല്ലാത്ത നമുക്ക് എന്ത് ചെയ്യും, ലോണ് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. 60 ദിവസത്തേക്ക് പലിശ ഇല്ല. അപ്പോൾ 60 ദിവസത്തേക്ക് പലിശ ഇല്ല എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാരൊക്കെ എന്ത് ചിന്തിക്കും, നല്ല സുഖമല്ലേ, അത് പലിശ ഇല്ലാത്ത കടല്ലേ, അത് ആറാമല്ലോ. അപ്പോൾ പലിശ ഇല്ലാത്ത കട ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, 60 ദിവസത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് ക്യാഷ് റോൾ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ആ ക്യാഷ്, ആ ഒരു എമർജൻസി സിറ്റുവേഷൻ ഓവർകം ചെയ്യും. 60 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിലേക്ക് തിരിച്ച് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവർ തന്നെ എന്ത് ചെയ്യും, അതിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വിത്ഡ്രോ ചെയ്തെടുക്കും. പക്ഷേ 60 ദിവസം കഴിഞ്ഞാൽ 61ാമത്തെ ദിവസം മുതൽ എന്ത് ചെയ്യും, അതിന് പലിശ വരും. അപ്പം അങ്ങനെ ഒരു അട്രാക്ഷൻ ഉണ്ട്, 60 ദിവസത്തേക്ക് പലിശ ഇല്ല. അതാണ് ഇതിലേക്ക് പെടുന്ന ഒരു അടുത്ത ട്രാപ്പ്. ഈ ഒരു ട്രാപ്പിൽ മിക്കവാറും ആൾക്കാരൊക്കെ പെടും. ഈ റിവാർഡ് പോയിന്റിലും ക്യാഷ് ബാക്കിലൊക്കെ പെടാത്ത ആൾക്കാരും ഈ 60 ദിവസത്തേക്കുള്ള ഈ പലിശ ഇല്ലാത്ത ലോണ് എന്നുള്ളതിൽ പെടാറുണ്ട്. പിന്നുള്ള ഒരു അട്രാക്ഷനാണ് കയ്യിൽ പണം ഇല്ലെങ്കിലും സാധനങ്ങൾ മേടിക്കാന്ന്. അത് പേജിലും കാര്യങ്ങളും അല്ലെങ്കിൽ അക്കൗണ്ടിലൊന്നും ക്യാഷ് ഉണ്ടാവണമെന്നില്ല. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അത്രയും പർച്ചേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നല്ല സുഖമായിട്ട് പോരാം. അപ്പോൾ കയ്യിൽ ക്യാഷ് ഉണ്ടാവണമെന്നില്ല, പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നുള്ളതാണ് നമുക്ക് എയർപോർട്ട്, അത്യാവശ്യം യാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ല പ്രീമിയം ലെവലിൽ എയർപോർട്ട് ലോഞ്ചുകൾ ഉപയോഗിക്കാം. നല്ല പ്രീമിയം ഫുഡ്, നല്ല അവിടെ വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ആയിട്ട് അത്യാവശ്യം ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാർക്ക് ലോഞ്ചുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അത് അതിൻ്റെ ഒരു ട്രാപ്പാണ്. ഇനി ഒരിക്കലും നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കാർഡല്ലോ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ. ഈ ബാങ്കുകാർ നിങ്ങൾക്ക് ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ പ്രോപ്പർ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ സൊസൈറ്റിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു പലിശ കച്ചവടമാണല്ലോ, അവരുടെ വരുമാനം പലിശയാണ്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് പെടുത്തുക എന്നുള്ളത് അവരുടെ മെയിൻ അജണ്ടയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അട്രാക്ഷനൊക്കെ കാണിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ആൾക്കാർ ഇതിലേക്ക് പെടുത്തുക. എന്നിട്ടോ പിന്നെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. എന്താണ് പ്രശ്നം?
നിങ്ങൾ 60 ദിവസത്തേക്ക് നിങ്ങൾ ഒരു ദിവസത്തേക്ക് എന്ത് ചെയ്തു, പലിശ ഇല്ലാത്ത ലോൺ എടുത്തു. നമ്മുടെ കാൽക്കുലേഷൻ എന്താ, അടുത്ത മാസം സാലറി കിട്ടുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, അത് ഫുള്ളായിട്ട് അടച്ചു തീർക്കും. പക്ഷെ നമ്മുടെ ലൈഫിൽ ഒരുപാട് എമർജൻസി സിറ്റുവേഷൻസ് വരും. നമ്മൾ വിചാരിക്കാത്ത ചിലവുകൾ ചിലപ്പം വരാം. അടുത്ത മാസം നിങ്ങൾ ഇതിലേക്ക് അടക്കണം എന്ന് തീരുമാനിച്ച ദിവസമായിരിക്കും എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലവായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് മുഴുവൻ ചിലവായി. അപ്പോൾ ആ ഒരു മാസം നിങ്ങൾക്ക് അടക്കാൻ സാധിക്കില്ല. അടുത്ത മാസം ചിലപ്പോൾ നിങ്ങൾക്ക് അടക്കാൻ സാധിക്കില്ല ഫുള്ളായിട്ട്. അല്ലെങ്കിൽ പിന്നെ ചിലവുകൾ വന്നു കഴിഞ്ഞാൽ 60 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് കളി മാറുന്നത്. 61ാമത്തെ ദിവസം മുതൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻട്രസ്റ്റ്, ഉയർന്ന പലിശ നിരക്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ലോണ് ഈടാക്കുക. അതായത് സാധാരണ 10% പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, ഇത് 30% മുതൽ 48% വരെ പലിശയാണ് എന്ത് ചെയ്യണത്, ക്രെഡിറ്റ് കാർഡിന് ഈടാക്കുന്നത്. സാധാരണ ഒരു 40% പിടിക്കുക. 40% പലിശ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. വെരി 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 ലാർജ് എമൗണ്ട് ആണ്. അതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് പലിശ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സാലറി കൊണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പിന്നെ അത് അടച്ചു തീരൂല. നമ്മൾ ആ ട്രാപ്പിൽ പെടും, നിങ്ങൾ അറുത്തങ്ങോട്ട് ഇടും ബാങ്ക്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിന്നെയുള്ള ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എൻകറേജ് ഓവർ സ്പെൻഡിങ്. നിങ്ങൾ ഓവർ സ്പെൻഡിങ് നാച്ചുറൽ കൂടും. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, എത്രയും ചിലവാക്കാൻ തോന്നും. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലെ 15% ICICI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഓഫർ ഉണ്ട് എന്ന് കാണുന്ന സമയത്ത്, ഇപ്പോൾ ബിഗ് മില്യൺ ഡേയ്സ് അങ്ങനത്തെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ പോലത്തെ ഐറ്റംസ് വരുമ്പോൾ അതായത് ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ എന്ത് ചെയ്യും, ഓൾറെഡി നല്ലൊരു ഓഫർ തരും. അതിന് പുറമെ ഈ 10%, 15% എക്സ്ട്രാ ഓഫർ ഒരു എക്സാമ്പിൾ ഒരു മൊബൈൽ ഫോണിന് കണ്ടു എന്ന് കരുതിക്കോ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫോണാണ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വേറെ എന്തെങ്കിലും ഗാഡ്ജറ്റാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും, ഇത് നല്ലൊരു അവസരമാണെന്ന് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിച്ചു വെക്കും. കാരണം ഈ ഓഫർ വരുന്ന സമയത്ത് പിന്നെ അത് ഓഫറിന് കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് മേടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓവർ സ്പെൻഡിങ് നാച്ചുറൽ കൂടും. പിന്നെ ഹിഡൻ ഫീസ് ആൻഡ് ചാർജസ്, ഇതൊക്കെ വെറുതെ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ അവർക്ക് എന്താ വട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ഹിഡൻ ചാർജസ് എന്തായാലും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ബേസിക് കാർഡ് ആണെങ്കിൽ ആനുവൽ മെയിൻ്റനൻസ് ഫീ ആയിട്ടേ അവർ ഒരു ചാർജ് ഉണ്ട്. അപ്പോൾ അതിൽ 3000 മുതൽ 300 മുതൽ 1000 റുപ്യ വരെ എന്ത് ചെയ്യും, അതിൻ്റെ മെയിൻ്റനൻസ് ഫീ ആയിട്ട് സാധാരണ എല്ലാ ക്രെഡിറ്റ് കാർഡുകൾക്കും ഉണ്ടാവാറുണ്ട്. ഓരോ കാർഡിനനുസരിച്ച് വ്യത്യാസപ്പെടും. ഇനി അത്യാവശ്യം നല്ല റിവാർഡ് കാർഡ്, അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഒക്കെ ഉള്ള നല്ല ഓഫറുകളൊക്കെ തരുന്ന കാർഡാണെന്നുണ്ടെങ്കിൽ 1000 മുതൽ 3000 രൂപ വരെ എന്ത് ചെയ്യും, ഈടാക്കുന്നുണ്ട് ആനുവൽ മെയിൻ്റനൻസ് ഫീ ആയിട്ട്. അതേപോലെ പ്രീമിയം കാർഡാണ് അല്ലെങ്കിൽ ട്രാവൽ കാർഡ് എന്നൊക്കെ പറയും. അത്യാവശ്യം പിന്നെ യാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ കാർഡ് ഉപയോഗിക്കാറുണ്ട്. ആനുവൽ മെയിൻ്റനൻസ് ഫീ ആയിട്ട് 3000 മുതൽ 10000 രൂപ വരെ പിന്നെ ഈടാക്കുന്ന സർവീസ് ചാർജ് ഈടാക്കുന്ന ബാങ്ക് കാർഡുകളുണ്ട്, ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ എക്സ്ട്രാ വരുന്ന എന്താണ്, ചാർജുകളാണ്. അതിന് പുറമെ വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് ATM എന്ത് ചെയ്യാം, പിന്നെ ക്യാഷ് വിത്ഡ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെ വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ച് എക്സ്ട്രാ എമൗണ്ട് പിന്നീട് എന്ത് ചെയ്യും, ചാർജ് ആക്കും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല. അങ്ങനെ ശ്രദ്ധിക്കാത്ത നമ്മൾ പിന്നെ കാണാത്ത ഒരുപാട് ഹിഡൻ ചാർജുകൾ ഇതിലുണ്ട്. അപ്പോൾ എഫക്റ്റീവ്ലി നിങ്ങൾക്ക് ആ 15%, 10% ഒക്കെ കിട്ടിയ ഡിസ്കൗണ്ടും ഇവിടെ നിങ്ങൾ അടക്കുന്ന ഫീസും കാര്യങ്ങളൊക്കെ കണക്കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം ഒന്നുകിൽ അത് സമമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക. പിന്നുള്ള സംഗതി എന്ന് വെച്ചാൽ റിസ്ക് ഓഫ് ഫ്രോഡ് ആൻഡ് സെക്യൂരിറ്റി. അതായത് വല്ല പിന്നെ ഫ്രോഡ് പരിപാടികളും കൃത്രിമ പരിപാടികളൊക്കെ തട്ടിപ്പുകൾ നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡെബിറ്റ് കാർഡിൽ ഒരു തട്ടിപ്പ് നടന്നു എന്നിരിക്കും. അതിൽ നിന്ന് മാക്സിമം എത്ര എമൗണ്ട് നിങ്ങൾ എടുത്തുനിന്ന് വിത്ഡ്രോ ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ഒരു ക്യാഷ് അല്ലേ അവർക്ക് വിത്ഡ്രോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ക്രെഡിറ്റ് കാർഡ് വെച്ചൊരു തട്ടിപ്പ് നടന്നാലോ, നിങ്ങളുടെ കയ്യിലില്ലാത്ത എമൗണ്ട് ലോണായിട്ട് നമുക്ക് നിങ്ങളുടെ പരിധി എത്രയാണോ അത്രയും എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ബാലൻസ് നെഗറ്റീവ് ബാലൻസ് ആവും. അപ്പോൾ നിങ്ങളെ കടക്കാരനാക്കി മാറ്റും അത്. അതായത് നിങ്ങളുടെ നെഗറ്റീവ് ബാലൻസിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ക്രെഡിറ്റ് കാർഡിനുണ്ട്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്രെഡിറ്റ് കാർഡ് എന്ത് ചെയ്യുക, അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ ക്രെഡിറ്റ് കാർഡ്, അപ്പോൾ അത് ഞാൻ പറഞ്ഞത് നിങ്ങളെ കടക്കാരനാക്കുന്ന എല്ലാ സാഹചര്യങ്ങളൊന്നും മാറി നിൽക്കുക. അതിലുള്ള ഒരു സാഹചര്യമാണ് എന്ത്, ക്രെഡിറ്റ് കാർഡ്. അടുത്തൊരു പ്രശ്നക്കാരൻ EMI ആണ്. EMI ആയിട്ട് നമ്മൾ പല സാധനങ്ങളും എന്ത് ചെയ്യും, മേടിക്കും. കൊക്കിലൊതുങ്ങാത്തത് കൊത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് EMI എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഫോൺ 17 Pro ഒരു 1 lakh, 1.2 lakh, 1.3 lakh, 1.5 lakh ആ റേഞ്ചിൽ ക്യാഷ് ആവുന്ന ഒരു ഫോണാണ്. അപ്പോൾ ഒരു മാസത്തിൽ 15,000 രൂപ ശമ്പളമുള്ള ഒരാളും സാധാരണ അങ്ങനെ കാണിച്ചു നടക്കാൻ വേണ്ടിയിട്ടേ ആ ഒരു പിന്നെന്താണ് എക്സിബിഷനിസം എന്ന് പറയും. ബാക്കിയുള്ളവരെ നമ്മളെ പിയർ ഗ്രൂപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും, ചില കുട്ടികളൊക്കെ ആദ്യത്തെ സാലറിക്ക് തന്നെ എന്ത് ചെയ്യും, ഒരു ഐഫോണായിട്ട് ബുക്ക് ചെയ്യും. കാരണം EMI സിസ്റ്റമാണ് ധൈര്യം. നിങ്ങൾക്ക് ഓവർ ധൈര്യം തരും സ്പെൻഡ് ചെയ്യാൻ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും, കടക്കണിയിൽ ആക്കിയിട്ട് എന്ത് ചെയ്യും, മാറ്റും. അത് നോ കോസ്റ്റ് EMI എന്നൊക്കെ പറയുമ്പോൾ പലിശ അല്ലല്ലോ, അപ്പോൾ നല്ല സുഖമല്ലേ.
പലിശ ഇല്ലെങ്കിലും നിങ്ങൾക്ക് കൊക്കിലൊതുങ്ങാത്തത് കൊത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രേരിപ്പിക്കല്ലേ. പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യണം, എല്ലാ മാസവും ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ EMI എന്നുള്ളത് കടം ഉണ്ടാക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇപ്പോൾ ഒരാൾക്ക് പിന്നെ അയാളുടെ 5 വർഷത്തെ സമ്പാദ്യം അല്ലെങ്കിൽ 8 വർഷത്തെ സമ്പാദ്യം മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റുന്ന ഒരു കാറ്, അത് 1 ലക്ഷം മാത്രം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, മേടിക്കാം. പിന്നെ അത് ഒരു ഒരു പിന്നെ അതിങ്ങനെ മന്ത്ലി ആയിട്ട് ഇങ്ങനെ EMI ആയിട്ട് അടച്ചു കൊടുത്താൽ മതി. പക്ഷേ എന്താ വിഷയം, ഒരു 8 ലക്ഷത്തിൻ്റെ കാറാണെന്നുണ്ടെങ്കിൽ അയാൾ ഈ ഒരു 10 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 8 വർഷം കൊണ്ടോ ഒക്കെ അടച്ചു തീർക്കുമ്പോൾ 16 ലക്ഷമോ അല്ലെങ്കിൽ 16 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, അടക്കേണ്ടി വരും. ഒരുപാട് ഹ്യൂജ് എമൗണ്ട്, അതിൻ്റെ ഒറിജിനൽ പ്രൈസിനേക്കാൾ ഒരുപാട് കൂടുതൽ എമൗണ്ട് അയാൾ എന്ത് ചെയ്യണം, ചിലവഴിക്കണം. അത് പിന്നെ അയാളുടെ ബാക്കിയുള്ള ഗ്രോത്ത് എന്ത് ചെയ്യൂല, ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യൂല. അത് ക്യാഷ് ഫുള്ള് പിന്നെ ഇതിലേക്ക് ഇങ്ങനെ വലിക്കാന്നല്ല. അതൊരു കാറുണ്ട്, ആ കാറിൻ്റെ ഓണർഷിപ്പ് കിട്ടൽ എപ്പോഴാണ്, ഒരു 8 വർഷമോ 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് EMI ഫുള്ള് കംപ്ലീറ്റ് ആക്കുമ്പോഴാണ്. അത് അപ്പോഴേക്ക് ആ കാറ് വിൽക്കേണ്ട സമയമായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മളങ്ങോട്ട് അതൊരു ട്രാപ്പാണ്. ആ ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ അതിന് പുറത്തെടുക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള പരിപാടിയാണ്. അതുകൊണ്ട് അതിൽ പെടാതിരിക്കാൻ നോക്കുക. അപ്പോൾ EMI അത് പലിശ ഇല്ലാത്ത നോ കോസ്റ്റ് EMI ആണെങ്കിലും നിങ്ങൾ മേടിക്കരുത്. റെഡി ക്യാഷ് ആയിട്ട് കൊടുത്തിട്ട് മേടിക്കാൻ കഴിയുമോ, അങ്ങനെയാണെങ്കിൽ മാത്രം മേടിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിന് മാറി നിൽക്കുക. എന്തിനാ അതിൻ്റെ ആവശ്യം? അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ കടങ്ങളിൽ നിന്നും മാറി നിൽക്കുക, എല്ലാ കടങ്ങളും ഒഴിവാക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു, ലോണുള്ള സമയത്ത് എന്ത് ചെയ്യാം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരു പർട്ടിക്കുലർ പീരീഡ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കടങ്ങൾ മേടിക്കാമെന്ന് പറഞ്ഞു. ആ മേടിച്ച കട അടക്കം എന്ത് ചെയ്യണം, നിങ്ങൾ ഒഴിവാക്കണം. എന്താ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറയാൻ കാരണം, ഈ ഫിനാൻഷ്യൽ ഫ്രീഡം, ഈ പണക്കാരെന്നുള്ള ലെവലിൽ എത്തുന്നതിൻ്റെ ആവശ്യം എന്താ, ഒന്ന് സമാധാനം കിട്ടല. അതായത് പിന്നെ ഇനി അടുത്ത മാസം എന്താവും, അടുത്ത മാസത്തിന് ക്യാഷ് ഉണ്ടാവുമോ, ബില്ലടക്കാൻ ക്യാഷ് ഉണ്ടാവുമോ, കറണ്ട് ബില്ലടക്കാൻ ക്യാഷ് ഉണ്ടാവുമോ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്രശ്നമാവോ, മകളെ കെട്ടിക്കാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുമോ എന്നുള്ള രീതിയിലുള്ള ആ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ, ആ ഒരു ടെൻഷനുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഗുണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നെ കടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി EMI ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തെ അടക്കാനുണ്ട്, അങ്ങനെ സമാധാനം നമുക്ക് എന്ത് ചെയ്യൂല, കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് പൈസയുടെ ഏറ്റവും വലിയ ഉപയോഗം അത് സമാധാനം കിട്ടല, പീസ്ഫുൾ മൈൻഡ് സെറ്റ് ആവണം. പീസ്ഫുൾ മൈൻഡ് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ കടങ്ങളൊന്നും ഇല്ലാതിരിക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എല്ലാ കടങ്ങളും ഒഴിവാക്കുക. അപ്പോൾ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ എന്ത് വില കൊടുത്തിട്ട് എന്ത് ചെയ്യുക, എന്തൊക്കെ കടങ്ങൾ നിങ്ങൾക്കുണ്ടോ ആ കടങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ ലെവൽ 1 നിങ്ങൾ കംപ്ലീറ്റ് ആയി. ഓൾറെഡി കടങ്ങളൊന്നും ഇല്ലാത്തവർ ഉണ്ടെങ്കിൽ യു ആർ സോ ലക്കി. അങ്ങനെയാണെങ്കിൽ ഇനി കടങ്ങളിൽ എന്ത് ചെയ്യുക, പെടാതിരിക്കാൻ നോക്കുക. ഇനി പെട്ട ആൾക്കാർ എന്തെങ്കിലും വില കൊടുത്തിട്ട്, എന്ത് വില കൊടുത്തിട്ടും എന്ത് ചെയ്യുക, ആ കടങ്ങളൊക്കെ ഒഴിവാക്കാം. ഇനി ബാക്കിയുള്ള ലെവലുകൾ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ്, ഈ ലെവലുകൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ലെവൽ 2ഉം ലെവൽ 3 ഒക്കെ നമുക്ക് പറയാനുണ്ട്. പിന്നെ നിങ്ങൾ ഉറപ്പാണ് ഈ ലെവൽ 2ഉം ലെവൽ 3 ഒക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ, അതൊക്കെ സക്സസ്ഫുള്ളി നിങ്ങൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ പണക്കാരൻ എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പണക്കാരനാകാം, അതും ഹലാലായ മാർഗത്തിൽ.